ഓം നമഃശിവായ. എല്ലാവർക്കും ജ്യോതിഷ നിലയത്തിലേക്ക് സ്വാഗതം. 2025 മെയ് 14 10:35 PM വ്യാഴം ഇടവ രാശിയിൽ നിന്നും ബുധന്റെ ക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം. ധനം, സന്താന ഗുണം, ഭാഗ്യം, ദൈവാധീനം, അനുഭവ യോഗങ്ങൾ ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ, പ്രയോജനപ്പെടുത്താനുള്ള കഴിവ്, ഇവയെല്ലാം വ്യാഴത്തിന്റെ അവസ്ഥ കൊണ്ട് ചിന്തിക്കാവുന്നതാണ്. മറ്റെല്ലാ ഗ്രഹസ്ഥിതിയും അനുകൂലമാണെങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതി ദോഷകരമാണെങ്കിൽ അനുഭവ ഗുണം കുറയും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവാധീന കുറവ് അനുഭവപ്പെടും. സ്വന്തം രാശിയുടെ 5, 7, 9, 11 എന്നീ രാശികളിലായി വ്യാഴം വരുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനും സർവദായകവുമാണ്. എന്നാൽ 4, 10 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രങ്ങളെ കാണാനാവൂ. സ്വന്തം രാശിയുടെ 3, 6, 8, 12 എന്നീ രാശികളിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എങ്കിൽ ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്നതാണ്. 2025 മെയ് 14 വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ മകരം രാശിയിൽ ഉൾപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇതൊരു പൊതുഫലമാണ് പറയുന്നത്. നിലവിൽ മകരക്കൂറുകാരുടെ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് 14 6ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. 5ാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടമായ ഭാവമാണെങ്കിൽ 6ാം ഭാവം എന്നത് അനിഷ്ടഭാഗമാകുന്നു എന്നത് ഈ കൂറുകാർ മനസ്സിലാക്കണം. 5ാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവമായതിനാൽ നിലവിൽ സന്താന ഗുണം, ഓർമ്മശക്തി, പൂർവപുണ്യം, വാതുവെപ്പ് എന്നിവയിലെല്ലാം ഗുണാനുഭവങ്ങൾ നൽകുന്നു. എന്നാൽ 6ാം ഭാവം എന്നത് രോഗം, കടങ്ങൾ, ശത്രുക്കൾ, മനോദുരിതങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു. വ്യാഴമാറ്റം പ്രതികൂലമാണെങ്കിലും ഇവർ 7.5 വർഷമായി അനുഭവിച്ചു വരുന്ന 7.5 ശനി ദുരിതങ്ങൾ നീങ്ങി ശനി ഈ കൂറുകാരുടെ ഏറ്റവും അനുകൂല ഭാവമായ 3ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഊർജം ശനി ഈ കൂറുകാർക്ക് നൽകുന്നതായിരിക്കും. വ്യാഴം പ്രതികൂലമാകുമ്പോൾ ഈശ്വര കടാക്ഷത്തിനു മങ്ങലേൽക്കുകയും തൽഫലമായി ശുഭാപ്തി വിശ്വാസം കുറയുന്നതിനും ഇച്ഛാശക്തി കുറയുന്നതിനും ഇടയാക്കുന്നു. നിരാശ, ദുഃഖം, പരാജയഭീതി, ആത്മവിശ്വാസക്കുറവ് എന്നിവയിലും വന്നു ഭവിക്കും. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെ കരുതലെടുക്കുന്നത് നല്ലതാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ആശുപത്രിവാസം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ, അസ്വാരസ്യങ്ങൾ, അതേ തുടർന്നുള്ള കലഹം, മാനസികമായ അകൽച്ച എന്നിവയും ഉണ്ടാകാം. അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ഭവിച്ചേക്കാം. കാര്യങ്ങൾ വളരെ ക്ഷമയോടെ ആലോചിച്ച് ചെയ്യുന്നത് ഈ കാലയളവിൽ നല്ലതാണ്. പരിചയമില്ലാത്ത മേഖലകളിൽ എടുത്തു ചാടി പ്രവർത്തിക്കുന്നത് ദോഷം ചെയ്യുന്നതാണ്. പൂർണ്ണമായും മനസ്സുറപ്പിച്ചൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും വിജയം കൈവരിക്കാൻ സാധിക്കും. അതുപോലെ കർമ്മരംഗത്തും പ്രതിസന്ധികൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു. തന്റേതല്ലാത്ത കാരണത്താൽ ജോലി സ്ഥലത്തുണ്ടാകുന്ന ക്ലേശങ്ങളും മേലാധികാരികളുടെ അപ്രീതിയും സഹപ്രവർത്തകരുടെ നിസ്സഹരണം എന്നിവയും ഉണ്ടാകാം. നിങ്ങളുടെ അലസത മാറ്റിവെച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കൂ. വ്യാഴദോഷ പരിഹാരങ്ങൾക്കായി വ്യാഴത്തിന്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ നന്നായി ധ്യാനിക്കുക. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പാൽപായസം, ഭാഗ്യസൂത്ത വഴിപാട് എന്നിവ നടത്തുക. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് ദോഷഫലങ്ങൾ അകറ്റുന്നതിന് നല്ലതാണ്. ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ എനിക്ക് സമയമായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുന്നിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി വീഡിയോ ഒക്കെ കണ്ട് സർവേശ്വരനോട് നന്നായി പ്രാർത്ഥിക്കുക. എല്ലാം നല്ലതായിട്ട് ഭവിക്കും. നന്ദി, നമസ്കാരം.